എന്തുകൊണ്ടാണ് ഈ ബി ജെ പി അമിത്ഷായും വലിയൊരു ക്യാബിനറ്റ് ടീമും ബി ജെ പിയുടെ ഹൈ ബ്രാസുള്ള ടോപ്പ് പൊളിറ്റീഷ്യൻസും ഇഷ്ടം പോലെ പണം ഒഴുക്കിയിട്ടും ഇത്രമാത്രം നേതാക്കൾ വന്ന് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, അതായത് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 10-15 സെൻട്രൽ ലീഡേഴ്സ് വന്ന് വർക്ക് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് ഇപ്പോഴും ബംഗാൾ വലിയ പ്രതീക്ഷയില്ലാത്തതിൻ്റെ കാരണം? SIR ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് 90 ലക്ഷം പേരുടെ വോട്ട് ഡിലീറ്റ് ചെയ്തെന്ന് പറയുന്ന ഒരു ഭാഗത്ത് ആദ്യം മനസ്സിലാക്കുക, ഈ SIR എന്ന് പറയുന്നത് വലിയൊരു ഇഷ്യൂ ഇന്ത്യയിലായി കഴിഞ്ഞപ്പോഴാണ്, അതെ, പ്രത്യേകിച്ച് ഒരു മതവിഭാഗം, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ടാണ് ഡിലീറ്റ് ചെയ്യുന്നു എന്ന് കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ ഒരു അലേർട്ടുണ്ട്. അത് കേരളത്തിലും പ്രതിഫലിച്ചു. അതായത് ഈ വോട്ടിനകത്ത് ആൾക്കാരെ ചേർക്കുന്നതിൻ്റെ അകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ വളരെ അങ്ങ് മുൻപന്തിയിലായി. കാരണം അവർ അലേർട്ടായി, ഇതിനകത്ത് പേര് വന്നേ മതിയാവത്തുള്ളൂ. അതിൻ്റെ പേരിൽ ബംഗാളിൽ ഉണ്ടായിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് 90 ലക്ഷം പേര് മാറ്റപ്പെട്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കണം, മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരുടെ എല്ലാ വോട്ടുകളും അവിടെ ചേർക്കപ്പെട്ടിട്ടുണ്ട്. ചെറിയ രീതിയിലേ മാറ്റപ്പെട്ടിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഡിലീഷനായി പോയിരിക്കുന്നത് എൻ്റെ ഒരു അനുമാനത്തിൽ, ഞാൻ പല ആൾക്കാരോട് സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഇത് വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. അവർ വിചാരിച്ചു അവരുടെ വോട്ടൊക്കെ നടക്കും, അത് നടക്കും, ഇത് നടക്കും, അത് പോകേണ്ട ആവശ്യമൊന്നുമില്ല, SIRുമായിട്ട് സഹകരിക്കേണ്ട ആവശ്യമില്ല, BLOയുമായിട്ട് വലുതായിട്ട് സഹകരിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ നടന്നോളും. ഇനി ഞാൻ ബംഗാളിലോട്ട് വരാം. അതായത് വീണ്ടും പറയാം, ഈ മമതാ ബാനർജി എന്ന് പറയുന്ന നേതാവിനെ തോൽപ്പിക്കാൻ BJPയുടെ അമിത്ഷായോ മോദിയോ അവരുടെ ഒരു നേതൃത്വത്തിനും കഴിയത്തില്ല. ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയാം. നിങ്ങൾക്കറിയാം, ശാരദ ഇഷ്യൂവായി ബന്ധപ്പെട്ട് ബംഗാളിൽ CBI കേസ് രജിസ്റ്റർ ചെയ്തു, ED കേസ് രജിസ്റ്റർ ചെയ്തു, എനിക്കെതിരെ കള്ളക്കേസ് കൽക്കട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത് എന്നെ കൗണ്ടർ ചെയ്യാം. ഈ സന്ദർഭത്തിൽ ഈ CBIക്കും EDക്കും ഞാൻ ഈ മൊഴി കൊടുക്കാൻ പോകും. ഇടയ്ക്ക് എന്നെ വിളിപ്പിക്കും അവർ കൽക്കട്ടയിൽ CGO കോംപ്ലക്സിൽ. അവിടെയുള്ള CBIയുടെ IOമാർക്കും ഈ പറയുന്ന സീനിയറായിട്ടുള്ള ഓഫീസേഴ്സിനും ഈ TMCM മമതാ ബാനർജിയെ പേടിയാണ്.